السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അസ്ര നമസ്കാരാനന്തരം നമ്മൾ അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ ഉന്നത സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ളതാക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാട്ടെ. ദിക്റുകൾ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള വലിയൊരു കാര്യമായിട്ടാണ് ഖുർആനിലൂടെ തന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൻ്റെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന പുരുഷന്മാരെക്കുറിച്ചും അതുപോലെ സ്ത്രീകളെക്കുറിച്ചും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവിടെ അവസാനിപ്പിക്കുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും അതുപോലെ തന്നെ വഅജ്റൻ അദീമ, വമ്പിച്ച പ്രതിഫലവും ഇത് കാരണത്താൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസത്തിലും നമ്മൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളാണ് നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ ഇതുപോലെ പഠിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്ന പ്രാർത്ഥനകൾ അധികവും നമുക്കറിയുന്നതാണ്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, പലപ്പോഴും പല പ്രാർത്ഥനയും ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന പ്രാർത്ഥനയാണെന്ന് പറയും. പക്ഷെ ഇന്ന് നമ്മളത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ബഹുഭൂരിപക്ഷ ആളുകളും പലപ്പോഴും ചൊല്ലാത്ത ആളുകളായിരിക്കും. സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ നമസ്കാര ശേഷമുള്ള കുറച്ച് പ്രാർത്ഥനകൾ, പിന്നീട് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതിൽ സ്ഥിരമായി നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെങ്കിലും നമ്മൾ ഓരോ ദിവസവും ചൊല്ലാൻ തയ്യാറാകണം എന്നാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത പ്രാർത്ഥന, ഇതിപ്പോൾ എല്ലാവർക്കും കയ്യിലൊക്കെ കിട്ടിയ പ്രാർത്ഥനയാണ്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഈ പ്രാർത്ഥന. പക്ഷേ ഇത് ഇന്ന് നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ഓരോരുത്തരൊന്ന് ആലോചിച്ചാൽ പല ആളുകളൊന്ന് ചൊല്ലാത്തവരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാർത്ഥന അറിയണമല്ലോ, കൈവന്തിക്ക് പ്രാർത്ഥന അറിയുന്ന ആൾക്കാർ ആണോ? കുറേ ആൾക്കാർക്ക് അറിയാം. ഇനി ഇത് ഇന്ന് രാവിലെ ചൊല്ലിയ ആൾക്കാർ മാത്രം ഉണ്ടോ? അപ്പോൾ വളരെ കുറവാണ്. അറിയുന്നവർ കുറേ ഉണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന തീരെ അറിയാത്ത ആൾക്കാരുണ്ടോ? നമ്മൾ ഇത് പ്രാർത്ഥന കൊണ്ടുള്ള മെച്ചമുണ്ടോ നോക്കണ്ടേ? ഈ പ്രാർത്ഥന അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിക്കും. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ, മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ, ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനാ പഠനത്തിലൂടെ ഈ ഒരു പ്രാർത്ഥന പഠിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നാളെ മുതൽ, ഇന്ന് തന്നെ
അസറിന് ശേഷം എന്നുള്ളത് അസർ മുതൽ മഗ്‌രിബ് വരെ നമുക്ക് ചൊല്ലാമെന്നാണ്. അപ്പോൾ ആ സമയത്ത് ചൊല്ലാം, രാവിലെയും വൈകുന്നേരം. അപ്പം നമ്മൾ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഞാനിത് പറഞ്ഞ് ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് എൻ്റെ ഈ പ്രാർത്ഥനാ പഠനം ഇവിടെ അവസാനിപ്പിക്കും. പ്രാർത്ഥന അതാണ്: ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എന്നാ എല്ലാവരും ഒന്ന് പറയും. എല്ലാവരും കയ്യിൽ കിട്ടിയല്ലോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ, ഇത് ഈ പ്രാർത്ഥനൻ്റെ ഒരു പ്രത്യേക ഫളലായിട്ട്, ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതൊരാൾ രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സുബഹി നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് മറ്റുള്ള പ്രാർത്ഥന ചൊല്ലി ഈ ഒരു പ്രാർത്ഥന ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ വൈകുന്നേരം വരെയുള്ള അയാളുടെ മറ്റുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, മറ്റുള്ള പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അയാളെ സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വൈകുന്നേരം ചൊല്ലിയാൽ നേരം വെളുക്കുന്നത് വരെ അയാൾ അള്ളാഹു സംരക്ഷിക്കുന്ന. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ചെറിയൊരു പ്രാർത്ഥനയല്ല. നമ്മൾ ഏത് പ്രാർത്ഥനയും ചെറുതല്ല. പക്ഷേ ഇത് രാവിലെ ചൊല്ലിയാൽ നമ്മൾക്ക് വൈകുന്നേരം വരെ ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറ്റെടുക്കുകയാണ്. അപ്പം ഈ പ്രാർത്ഥന ആ ഒരു ഉദ്ദേശത്തോടു കൂടി, ആ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ചൊല്ലണം. ഓരോരുത്തരും തയ്യാറാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ, അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ, അവൻ്റെ നാമത്തോടൊപ്പം, അതായത് അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു തുടങ്ങിയാൽ ഭൂമിയിലോ ആകാശത്തോ ഒരു വസ്തുവും ഉപദ്രവമേൽപ്പിക്കപ്പെടുകയില്ല. അവൻ സർവ്വതും കേൾക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാണ്. അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ച് അവസാനം പറയുന്നതൊക്കെ വഹുവസ് സമീഉൽ അലീം. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോൾ സഹോദരങ്ങൾ, ഈ ഒരു പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമ്മൾ അധികം ആളുകളും ചൊല്ലുന്നവരാണ്, അറിയുന്നവരാണ്. പക്ഷേ എല്ലാ ദിവസവും ചൊല്ലുന്നവർ വളരെ കുറവാണ്. ഈ നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് ഈ കുറച്ച് കഴിഞ്ഞ് ഈ സമയം മുതൽ തന്നെ നമ്മൾ ആരംഭിക്കുക. ഇനി ഒരു അടുത്തൊരു ക്ലാസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാകണം, ഞാൻ ഇന്നു മുതൽ അടുത്ത ആ ഒരു ക്ലാസ്സിലേക്ക് വരുന്നത് വരെ നമ്മുടെ മനസ്സിൽ ഈ ഒരു പ്രാർത്ഥന എന്നും ചൊല്ലുക. അതുവരെ എന്നല്ല, ഇനി നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന, നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു പ്രാർത്ഥനയായി ഇതിനെ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ധാരാളം ഓർക്കുന്ന, അള്ളാഹുവിനെ ധാരാളം ദിക്റുകൾ ചൊല്ലുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.